മാർക്സിലേക്ക് സ്വാഗതം. ഞാനിവിടെ PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിശദമായി ചർച്ച ചെയ്ത് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കലണ്ടറുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോർഷൻസ് എടുക്കാം. ഓഡ് ഡേയ്സ് അഥവാ ഒറ്റ ദിവസങ്ങൾ എന്ന് വെച്ചാൽ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. ആകെ എത്ര ദിവസങ്ങളുണ്ടോ തന്നിരിക്കുന്ന ദിവസങ്ങളെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ വരുന്ന ശിഷ്ട ദിവസങ്ങളാണ്. ഇപ്പോൾ 7 കൊണ്ട് ഹരിക്കുന്ന ഉദാഹരണം 58 ദിവസങ്ങളാണെങ്കിൽ 7 കൊണ്ട് ഹരിക്കുമ്പോൾ 2 ശിഷ്ടം കിട്ടും. അപ്പോൾ എത്ര ഓഡ് ഡേയ്സ് ഉണ്ട്? 2 ഓഡ് ഡേയ്സ്, 2 ഒറ്റ ദിവസങ്ങളുണ്ട്. ഒറ്റ ദിവസങ്ങൾ നമ്മളങ്ങനെ കാണുക. 28 ദിവസങ്ങളാണ് ആകെ ഉള്ളതെങ്കിൽ 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 0 കിട്ടുന്നു. 0 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ശിഷ്ടം 0 ഒറ്റ ദിവസമാണ്, 0ആണ്. ഓഡ് ഡേയ്സ് 0ആണ്. അതായത് ആകെ എത്ര ദിവസങ്ങളുണ്ടോ ആ ദിവസങ്ങളെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ, ആ ദിവസങ്ങളുടെ എണ്ണത്തെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടത്തെയാണ് ഒറ്റ ദിവസങ്ങൾ അഥവാ ഓഡ് ഡേയ്സ് എന്ന് പറയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, അത് ഓർത്തിരിക്കുക. ഓഡ് ഡേയ്സ് ആകെ ദിവസങ്ങളെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം അതിൻ്റെ ഓഡ് ഡേയ്സ് അഥവാ ഒറ്റ ദിവസങ്ങളെന്ന് പറയുന്നു. 1988 ജനുവരി 26 മുതൽ മെയ് 15 വരെ എത്ര ദിവസം ഉണ്ടെന്ന് എളുപ്പം കണക്കാക്കാൻ നോക്കാം. അത് ഉൾപ്പെടെ 2 ദിവസങ്ങൾ ഉൾപ്പെടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ജനുവരി 26 മുതൽ 31 വരെ 6 ദിവസം, 26 മുതൽ 6 ദിവസം, 26 ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഫെബ്രുവരി 29 ദിവസമാണ് വരുന്നത്. കാരണം അതിവർഷമാണ്. 88 ലാസ്റ്റിലുള്ള 2 സംഖ്യ നോക്കിയാൽ മതി. 88 4ൻ്റെ ഗുണിതമാണ്. അതുകൊണ്ട് 1988 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം വരില്ല, അതിവർഷമാണ്. അതുകൊണ്ട് 29 ദിവസം. മാർച്ച് 31 ദിവസം, പിന്നെ ഏപ്രിൽ 30 ദിവസം, മെയ് 1 മുതൽ 15 ദിവസം വരെയാണ് പറഞ്ഞിരിക്കുന്നത്. മെയ് 15 ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 111 ദിവസം കിട്ടും. ഓപ്ഷൻ എ ആണ് ഉത്തരം. 1988 എന്ന് പറയുന്നത് അതിവർഷമാണ്. അതുകൊണ്ട് ഫെബ്രുവരി 29 ദിവസം വരും. ജനുവരി 26 മുതൽ 31 വരെ 6 ദിവസം. 26 ഉൾപ്പെടെ വന്നുകൊണ്ട് 26 5 31 അപ്പോൾ 26 ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട് 6 ദിവസം വരും. ഫെബ്രുവരി 29 ദിവസം അതിവർഷം ആയതുകൊണ്ട് 4ൻ്റെ ഗുണിതമായിട്ട് വരും ഈ വർഷം. മാർച്ച് 31 ദിവസം ആകെ, ഏപ്രിൽ 30 ദിവസം, മെയ് 15 ദിവസം. മെയ് 15 വരെയാണ് പറഞ്ഞേക്കുന്നത്, 15 ഉൾപ്പെടെ. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 111 ദിവസം വരും. 12-ൽ തുടങ്ങുന്ന സമയത്തിൻ്റെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണുള്ള ഒരു ഷോർട്ട് കട്ടാണ്. തന്നിരിക്കുന്ന മിനിറ്റിനെ, ഇതിൻ്റെ മിനിറ്റിനെ 11/2 ഇട്ട് ഗുണിച്ചാൽ മതി. അതായത് 12:50 12:40 12:15 12:20 ഒക്കെ വന്നാൽ 12:15 വന്നെങ്കിൽ ഈ 15നെ 11/2 ഇട്ട് ഗുണിച്ചാൽ മതി. അതായത് 82.5 വരും. 15 × 5.5. ഇനി 12:50 വന്നതെങ്കിൽ 12 തുടങ്ങുന്നതിന് മാത്രമേ പറ്റത്തുള്ളൂ. 50 വന്നെങ്കിൽ ആ മിനിറ്റ് 50നെ 11/2 ഇട്ട് ഗുണിക്കുക. 27. 50 × 5.5 അതായത് 27.5 എന്ന് പറഞ്ഞാൽ 27.5 ഡിഗ്രി. അതൊരു ഷോർട്ട് കട്ടാണ്. 12-ൽ തുടങ്ങുന്ന സമയമാണെങ്കിൽ മിനിറ്റിനെ 11/2 കൊണ്ട് ഗുണിച്ചാൽ മതി. അത് ഓർത്തിരിക്കുക, അതൊരു ഷോർട്ട് കട്ടാണ്. 2016 ജനുവരി 1 വെള്ളിയാഴ്ച ആയാൽ 2016 നവംബർ 15 ഏത് ദിവസമായിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് ഇവിടെ 31 6 തവണ വരുന്നുണ്ട്, 186. പിന്നെ 30 3 തവണ വരുന്നുണ്ട്, 90. 30 3 തവണ 90. ഈ 276 പിന്നെ ഒരു 29 വരുന്നുണ്ട് ഫെബ്രുവരി. 305. പിന്നെ നവംബർ 14 വരെ കൂട്ടിയാൽ മതി. കാരണം 15-ാം തീയതിയാണ് ചോദിച്ചേക്കുന്നത്. 305 14, അതായത് ആകെ 319. 319നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 4 വരുന്നു. ശിഷ്ടം 4 വരുന്നു. 319നെ 7 കൊണ്ട് ഹരിക്കുക. 7 5 35, ശിഷ്ടം 4 വരുന്നു. അപ്പോൾ ഇവിടെ ഈ വെള്ളിയുടെ കൂടെ 4 കൂടി കൂട്ടിയാൽ മതി. 4. ശനി ഞായർ തിങ്കൾ ചൊവ്വയാണ് ഉത്തരം. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇതൊക്കെ കൂടി പറയാം.
ഇവിടെ ജനുവരി 31 ഫെബ്രുവരി അതിവർഷം 2016 അതിവർഷമായിട്ട് ഫെബ്രുവരി 29 ദിവസം വരുന്നുണ്ട്. ജനുവരി 31 ഫെബ്രുവരി 29 മാർച്ച് 31 ഏപ്രിൽ 30 മെയ് 31 ജൂൺ 30 ജൂലൈ 31 ഓഗസ്റ്റ് 31 സെപ്റ്റംബർ 30 ഒക്ടോബർ 31 നവംബർ 14 ദിവസമാണ് വരുന്നത്. 15-ാം തീയതിയാണല്ലോ ചോദിച്ചേക്കുന്നത്. അപ്പോൾ 6 തവണ വരുന്നുണ്ട് 31 ദിവസമുള്ള 186. 30 ദിവസമുള്ള 3 തവണ 90. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 276 വരും. 276 പിന്നെ ഒരു 29 കൂടെ വരും. 305 നവംബറിൽ ഒരു 14 ദിവസം വരും. 15-ാം തീയതിയാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 14 കൂടെ കൂട്ടിയാൽ മതി. അതായത് 319. 319 7 കൊണ്ട് ഹരിക്കുമ്പോൾ 19. ശിഷ്ടം 4 വരുന്നു. 4 വരുമ്പോൾ ഈ വെള്ളിയുടെ കൂടെ 4 കൂടെ കൂട്ടിയാൽ മതി ശിഷ്ടം വരുന്നത്. ശനി ഞായർ തിങ്കൾ ചൊവ്വ. അതായത് ഓപ്ഷൻ സി ആണ് ഉത്തരം. മാസങ്ങളാണ് 30 ദിവസം, ഏതൊക്കെ മാസങ്ങളാണ് 31 ദിവസം, ഏതൊക്കെയാണ് 28, 29 ദിവസം, അതറിയാൻ വേണ്ടി നമുക്ക് ഈ ഒരു ലൈൻ ഓർത്തിരുന്നത് കാണാതെ പഠിച്ചാൽ 30 ഡേയ്സ് ആഫ് സെപ്റ്റംബർ ഏപ്രിൽ ജൂൺ ആൻഡ് നവംബർ. ഈ തന്നിരിക്കുന്ന മാസങ്ങളെല്ലാം ഒരു പാട്ട് പോലെ പഠിച്ചാൽ 30 ഡേയ്സ് ആഫ് സെപ്റ്റംബർ ഏപ്രിൽ ജൂൺ ആൻഡ് നവംബർ. അതായത് ഈ തന്നിരിക്കുന്ന മാസങ്ങൾ സെപ്റ്റംബറും ഏപ്രിലും ജൂണും നവംബറും 30 ആണ്. ബാക്കിയുള്ള എല്ലാ മാസങ്ങളും 31 ആണ്. ഫെബ്രുവരി മാസം ഒഴികെ. ഫെബ്രുവരി മാസത്തിലെ അതിവർഷമാണെങ്കിൽ അവിടെ 29 ദിവസം കാണും. സാധാരണ വർഷമാണെങ്കിൽ 28 ദിവസം കാണും. ഫെബ്രുവരിയിൽ അതിവർഷമാണെങ്കിൽ 29 ദിവസം കാണും. സാധാരണ വർഷമാണെങ്കിൽ 28 ദിവസം കാണും. അതിവർഷമാണോ സാധാരണ വർഷമാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കും? തന്നിരിക്കുന്ന വർഷം 4ന്റെ ഗുണിതമാണെങ്കിൽ 2000, 2020, 2016, 2004, 2008 4ന്റെ ഗുണിതമാണെങ്കിൽ അതിവർഷമായിരിക്കും. ആ വർഷത്തിലെ 29 ദിവസം കാണും ഫെബ്രുവരിയിൽ. സാധാരണ വർഷമാണെങ്കിൽ അത് 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം വരും. സാധാരണ വർഷത്തിൽ 4ന്റെ ഗുണിതമായിരിക്കത്തില്ല. അതിവർഷത്തിൽ 4ന്റെ ഗുണിതമായിരിക്കും. അപ്പോൾ 29 ദിവസം കാണും. സാധാരണ വർഷത്തിൽ 28 ദിവസം.